നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനൊരു 3-4-5 മാസം മുമ്പ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, MZ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ. അപ്പോൾ അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് പലരും ചോദിച്ചായിരുന്നു, അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. ഞാൻ 5 മാസം മുമ്പ് ഇതിൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ 1 മിനിറ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ചാർജ് ആണെങ്കിൽ പോലും ഓഫായി പോകും. അങ്ങനത്തെ അവസ്ഥയാണ് ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെത്. എന്താ സംഭവം എന്നറിയത്തില്ല. ഇതിൻ്റെ അകത്ത് എല്ലാം ഉള്ളതാണ്. ബ്ലൂടൂത്ത് ഉണ്ട്, USB കണക്ട് ചെയ്യാം, പിന്നെ മെമ്മറി കാർഡൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4 മണിക്കൂർ പോയിട്ട് 2 മണിക്കൂർ പോലും വർക്ക് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഫുൾ ചാർജിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ഒരു പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ സാധനം ഓഫായി പോകും. അതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. ഇതിൽ FM റേഡിയോ എല്ലാം ഉണ്ടായിരുന്നു. FM റേഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. പിന്നെ ഇത് വന്നിട്ട് C ടൈപ്പ് ചാർജിങ് ആയിരുന്നു. അതായിരുന്നു ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഓഫായി പോകും. അതാണ് ഇതിൻ്റെ കുഴപ്പം. പിന്നെ 5 വാട്ട്സ് സ്പീക്കറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ചിലപ്പോൾ ബാറ്ററി മാറ്റിയാൽ ശരിയാവുമായിരിക്കും. ഞാനിതുവരെ നോക്കിയില്ല, എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി കുറേ പേര് ചോദിച്ചത് കൊണ്ട് ഇപ്പോൾ വീഡിയോ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് നോക്കിയിട്ട് മാത്രം മേടിക്കാം. ഇത് മാത്രമല്ല, മാർക്കറ്റിൽ വേറെ ഉണ്ടാവും ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മാത്രം മേടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.